ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് 1 added to the product of two consecutive even numbers gives 289. What are the numbers? നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പേഴ്സിൻ്റെ ഒപ്പം ഒന്ന് ആഡ് ചെയ്തപ്പോൾ 289 കിട്ടി. അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പേഴ്സ് നമ്മൾ എന്താണ് എടുത്തെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു ഇവൻ നമ്പർ നമ്മൾ എന്തെടുത്തു? എക്സ് എന്ന് എടുത്തു. അപ്പോൾ അടുത്ത ഇവൻ നമ്പർ ഒരു ഇവൻ നമ്പറിൽ നടത്തുന്ന ഇവൻ നമ്പറിലേക്ക് പോവുക രണ്ട് ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഇവൻ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ എക്സ് പ്ലസ് 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിന്റെ പ്രോഡക്റ്റിനോട് ഒന്ന് ആഡ് ചെയ്യുക, അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക, പ്ലസ് 1 ഇസ് ഈക്വൽ ടു 289. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 289. ഇനി നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എക്സ് ഇൻറ്റു എക്സ് ചെയ്യുക, പിന്നെ എക്സ് ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 2x പ്ലസ് 1 ഈക്വൽസ് 289. ഓക്കെ, പക്ഷേ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുലയുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽസ് 0. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരണം? 0 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ 289 നമുക്ക് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റണം. എന്നാലാണ് എന്ത് കിട്ടുള്ളൂ? റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇക്വേഷൻ എന്താവും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇവിടെ 289 പോസിറ്റീവ് ആണ്, അത് ഇപ്പുറ സൈഡിൽ എത്തുമ്പോൾ നെഗറ്റീവ് ആവും. പ്ലസ് 1 മൈനസ് 289 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 288 ഈക്വൽസ് ടു 0. നമുക്കിപ്പോൾ എന്തായി? ഈ ഫോമിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ഫോമിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 288 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എ ബി സി. എ ബി സി എന്ന് നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എയുടെ സ്ഥാനത്ത് എ എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആണുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ആരുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്തുള്ള ആരാണ്? 1 ആണ്. എ ഇസ് ഈക്വൽ ടു 1. ബിയുടെ സ്ഥാനത്തുള്ളത് 2 ആണ്. ബി ഇസ് ഈക്വൽ ടു 2. സിയുടെ സ്ഥാനത്തുള്ളത് മൈനസ് 288. ബിയുടെ സ്ഥാനത്തുള്ളത് സിയുടെ സ്ഥാനത്തുള്ളത് മൈനസ് 288. നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇനി നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാൻ കേട്ടോ. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ബി സ്ക്വയർ 2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1. അപ്പോൾ 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് 288. ഓക്കെ, നമ്മളിതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 സ്ക്വയർ 4 മൈനസ് 4 ഇൻറ്റു 1 4 ഇൻറ്റു മൈനസ് 288. അപ്പോൾ 4 ഇൻറ്റു 288 എന്ന് പറയുമ്പോൾ എത്ര വരും? ഏകദേശം 4 into 200 800, 4 into 80 320, 4 into 8 32. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4 into 200. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് 288 into 4 ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 4 into 200 പ്ലസ് 4 into 80 പ്ലസ് 4 into 8. നമ്മളിതിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, 4 into 200 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 into 200 800 പ്ലസ് 4 into 80 320 പ്ലസ് 32. അപ്പോൾ എത്ര വരും? 2 5 11 1152. നമുക്ക് എത്ര കിട്ടി? 1152 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ആൻസർ ഇത്
-288 ആയതുകൊണ്ട് 4 × -288 ആണ്. അപ്പോൾ ആൻസർ എന്ത് വരണം? നെഗറ്റീവ് വരണം. അപ്പോൾ -1152. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇനി 4 -1152 എന്ന് പറയുമ്പോൾ മൈനസ് രണ്ട് സ്ഥലത്ത് മൈനസ് വന്നുകൊണ്ട് എന്തായി? പ്ലസ് ആയിട്ട് മാറി. 4 + 1152 = 1156. ഓക്കെ, അപ്പോൾ നമ്മുടെ b² - 4ac വാല്യൂ 1156 ആണ്. അപ്പോൾ √ ഓഫ് b² - 4ac നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തണം. അപ്പൊ എങ്ങനെ ഇതിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടെത്തി? അത്യാവശ്യം വലിയൊരു നമ്പറാണ്. അപ്പൊ എങ്ങനെ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തും? അപ്പോൾ ഇനി പറയുന്നത് സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള ഒരു എളുപ്പ വഴിയാണ്. അപ്പൊ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള എളുപ്പ വഴി. അപ്പൊ നമുക്കറിയാം 30യുടെ സ്ക്വയർ 900 ആണ്. ഓക്കെ, 40യുടെ സ്ക്വയർ 1600 ആണ്. നമ്മുടെ നമ്പർ എത്രയാണ്? 1156 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 30യുടെയും 40യുടെയും ഇടയിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, ഈ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയറിന്റെ അവസാനം 6 വരണമെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ അവസാനത്തെ നമ്പർ ഏതാണോ, അതായത് സ്ക്വയർ ഒരേ സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്വയർ കിട്ടുക. അപ്പോൾ ഏത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 വരിക എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 4ന്റെ സ്ക്വയർ 16 ആണ്. അതുപോലെ 6ന്റെ സ്ക്വയർ 36 ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് 4 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ട് 6 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവസാനം എന്ത് വരിക? 6 വരിക. ഈ രണ്ട് കേസിലാണ് 6 വരികയുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ 6 വന്നിട്ടുണ്ട്. 30യുടെയും 40യുടെയും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 30യുടെയും 40യുടെയും ഇടയ്ക്കുള്ള ഒരു നമ്പർ, ആ നമ്പറിന്റെ ലാസ്റ്റ് നമ്പർ ഏതാവണം? ഒന്നെങ്കിൽ 4 ആവണം അല്ലെങ്കിൽ 6 ആവണം. അപ്പൊ അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ആണ് 30യുടെയും 40യുടെയും ഇടയ്ക്കുള്ളത്. ഇത് 34ഉം അതുപോലെ തന്നെ 36ഉമാണ്. ഓക്കെ, 34ഉം 36. നമുക്ക് 34ന്റെ സ്ക്വയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 34 × 34 4 × 4 16, 6 റിമൈൻഡർ 1, 3 × 4 12, 12 + 1 13. അതുപോലെ 4 × 3 12, 2 റിമൈൻഡർ 1, 3 × 3 9, 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1156 നമുക്ക് കിട്ടി. അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 34ന്റെ സ്ക്വയർ ആണ് 1156. അപ്പോൾ 1156ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 34 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് √ ഓഫ് b² - 4ac 34 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ വരെ എത്തിയില്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കണം. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തണം. അപ്പൊ എന്താണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുലസ് എന്ന് എഴുതി വെക്കാം. ക്വാഡ്രാറ്റിക് ഫോർമുല x = -b ± √ ഓഫ് b² - 4ac/2a. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നിന്റെയും വാല്യൂ എഴുതി നോക്കാം. അപ്പൊ നമ്മുടെ ബിയുടെ വാല്യൂ എന്തായിരുന്നു? ബിയുടെ വാല്യൂ 2 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാണ് ബിയുടെ വാല്യൂ 2. അപ്പൊ -b എന്ന് പറയുമ്പോൾ -2. ശ്രദ്ധിക്കണം കേട്ടോ, ബിയുടെ വാല്യൂ 2 ആണ്. -b എന്ന് പറയുമ്പോൾ -2. പ്ലസ് ഓർ മൈനസ് √ ഓഫ് b² - 4ac എന്ന് പറയുന്നത് √ ഓഫ് 1000 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ? √ ഓഫ് b² - 4ac നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. √ ഓഫ് b² - 4ac എന്ന് പറയുന്നത് എത്രയായിരുന്നു? √ ഓഫ് b² - 4ac എന്ന് പറയുന്നത് 34 ആയിരുന്നു. ഡിവൈഡഡ് ബൈ 2a. എയുടെ വാല്യൂ 1 ആണ്. 2 × 1 = x = -2 പ്ലസ് ഓർ മൈനസ് 34 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇവിടെ വരെ നമ്മൾ എത്തി. ഇനിയാണ് നമ്മുടെ പ്ലസ് ഓർ മൈനസിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന് പ്ലസ് ഉള്ള ഒരു ഇക്വേഷൻ ആയിട്ടും മൈനസ് ഉള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. അപ്പൊ ആദ്യം എന്ത് എഴുതാം? x = -2 പ്ലസ് 34/2
ഓർ എക്സ് ഇസ് ഈക്വൽ ടു -2 മൈനസ് 34/2. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ -2 + 34 എന്ന് പറയുമ്പോൾ 32/2. ഓപ്പോസിറ്റ് സിമ്പിളാണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ഓർക്കുക, എന്നിട്ട് വലിയ നമ്പറിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 34ൽ നിന്ന് 2 ഓർക്കുമ്പോൾ 32, എന്നിട്ട് പോസിറ്റീവ് 32. ഓർ ഇവിടെ എന്താണ് വരിക? -2 - 34 രണ്ട് സ്ഥലത്തും സെയിം സിമ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് ആദ്യം സിമ്പിൾ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ -36/2. അപ്പോൾ 32/2 16. ഓർ ഡിവിഷനിൽ ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവ് ആണ്. ആൻസർ എന്ത് വരണം? നെഗറ്റീവ് വരണം. ഓർ -18. ഓക്കെ, അപ്പോൾ നമ്മുടെ b² - 4ac എന്തായിരുന്നു? ഒരു പോസിറ്റീവ് നമ്പറും ആയിരുന്നു. ഓക്കെ, നമ്മുടെ b² - 4ac വാല്യൂ കണ്ടില്ലേ? b² - 4ac വാല്യൂ ഒരു 34 ആയിരുന്നു. √b² - 4ac ഒരു പോസിറ്റീവ് നമ്പറും ആയിരുന്നു, പെർഫെക്റ്റ് സ്ക്വയറും ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്? രണ്ട് റാഷണൽ സൊല്യൂഷൻസ് ആണ് കിട്ടേണ്ടത്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്? രണ്ട് റാഷണൽ സൊല്യൂഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ട് ഇവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഇവൻ നമ്പർ 16 ആവാം, അല്ലെങ്കിൽ -18 ആവാം. അപ്പോൾ x ഇസ് ഈക്വൽ ടു 16 ആണെങ്കിൽ മറ്റേ ഇവൻ നമ്പർ x+2 ആണ്. x+2 ഇസ് ഈക്വൽ ടു 18. ഇനി x ഇസ് ഈക്വൽ ടു 18 ആണെങ്കിൽ x+2 എത്രയാണ്? സോറി, 18 അല്ല, -18 ആണെങ്കിൽ x+2 എന്ന് പറയുന്നത് -18 + 2. അപ്പോൾ ഓപ്പോസിറ്റ് സിമ്പിൾ വന്നു. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ഓർക്കുക, എന്നിട്ട് വലിയ നമ്പറിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ -18 + 2 എന്ന് പറയുന്നത് -16. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യുക. വളരെ സിമ്പിളാണ്.